മിഷണറി ആണോ? നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ ഉണ്ട്, നിങ്ങൾക്ക് നിന്ദയുണ്ട്, നിങ്ങൾക്ക് പരിഹാസമുണ്ട്, നിങ്ങൾക്ക് അപവാദങ്ങളുണ്ട്, നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. എന്തുകൊണ്ട്? ബൈബിൾ തന്നെ പറയുന്നു, നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും സന്തോഷിപ്പീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അർത്ഥാൽ ഞാൻ ആ കഷ്ടങ്ങളെ ജയിച്ചിരിക്കുന്നു, ഞാൻ ആ വേദനകളെ ജയിച്ചിരിക്കുന്നു. വലിയ കഷ്ടങ്ങളിലൂടെ, നിലവിളിയിലൂടെ, പ്രാർത്ഥനയിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെ ഒരു സാമ്രാജ്യത്തിന്റെ മുഴുവൻ, അല്ല ലോകത്തിന്റെ മുഴുവൻ, ഒപ്പം പൈശാച ഡെമോണി കൂട്ടുകെട്ടുകളുടെ മുഴുവൻ, അന്നത്തെ ഓർത്തഡോക്സ് മതങ്ങളുടെ മുഴുവൻ ശക്തമായ പ്രതികൂലത്തിനകത്തൂടെ ജയിച്ചു കയറി വന്ന ആളാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് ആയിട്ട്, ഡിസൈപ്പിൾസ് ആയി നമ്മൾ ആയിത്തീരുമ്പോൾ കഷ്ടങ്ങളുണ്ട്. എന്നാൽ വ്യത്യസ്തമാണ്. നെഹമ്യാവിന് അനുഭവിച്ച കഷ്ടതയല്ല ദാവീദിന്റെ. നെഹമ്യാവിന് വീട്ടിൽ പ്രശ്നമില്ല, വീട്ടിലെല്ലാവരും അനുകൂലമാണ്. പക്ഷേ മതിൽ പണിയാൻ ഇറങ്ങിയപ്പോൾ നാട്ടിലാണ് പ്രശ്നം. ദാവീദിന് നാട്ടിൽ പ്രശ്നമുണ്ട്, വീട്ടിൽ പ്രശ്നമുണ്ട്, കാട്ടിലും പ്രശ്നമുണ്ട്. അപ്പടി പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്. എന്നാൽ ഈ രണ്ട് പ്രശ്നങ്ങളും അല്ല നോഹയുടെ പ്രശ്നം. അദ്ദേഹം മഴ പെയ്യാൻ പോകുന്നു, പെട്ടകത്തിൽ കയറണം, ന്യായവിധി വരുന്നു, ആരും വിശ്വസിക്കാൻ? അദ്ദേഹം പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതിസന്ധി. എന്നാൽ ജോസഫിന്റെ പ്രതികൂലം ഇതൊന്നുമല്ല. താൻ സ്വപ്നം കണ്ടു, ദർശനം കണ്ടു, വരുവാൻ പോകുന്ന വലിയൊരു പ്രത്യാശയെ കുറിച്ച് താൻ പറയാണ്. ഈ ലോകത്തിൽ ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാണ്. തലമുറയുടെ മേൽ വരാൻ പോകുന്ന വലിയ വിഷയം പറയാണ്. അത് വിശ്വസിക്കാൻ ആ ഭവനം തയ്യാറല്ല, അവരതിന് മനസ്സ് കൊടുക്കാൻ തയ്യാറല്ല. വ്യത്യസ്തമാണ് പ്രതികൂലങ്ങൾ. എന്നാൽ ഒരാരും അനുഭവിച്ച ഒരു പ്രതികൂലത്തിലൂടെ അല്ല മറിയ കടന്നുപോയത്. അഖിലാണ്ടത്തിലൂടെ അവൻ സകല ചരാചരങ്ങളുടെ സൃഷ്ടിതാവായ സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തുനാഥനെ ഉദരത്തിനകത്തു ചുമക്കുവാൻ അവകാശം ലഭിച്ചവൾ, സ്വർഗത്തിന്റെ ചീട്ട് വീണവൾ, ഭാഗ്യവതി, കൃപ ലഭിച്ചവൾ, ഇത് ചുമന്നതിന്റെ പേരിൽ അനുഭവിച്ച അപവാദം. എന്നെ കേൾക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നതിന്റെ ആഴം പിടികിട്ടുന്നു. നീ ക്രിസ്തുവിനെ ചുമക്കുന്ന ഒരു മറിയാണെങ്കിൽ, മെയിൽ ഓർ ഫീമെയിൽ, ഇവിടെ മറിയ എന്ന് ഉദ്ദേശിച്ച ഒരു ഫീമെയിൽ മാത്രമല്ല, ക്രിസ്തുവിനെ, 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിനെ ചുമന്നത് മറിയ ഉദരത്തിനകത്താണെങ്കിൽ, ഈ നൂറ്റാണ്ടിൽ ക്രിസ്തുവിനെ ചുമക്കുന്നവരെല്ലാം ചങ്കിനകത്താണ്, മനസ്സിനകത്താണ്. പ്രതികൂലമുണ്ട് കേട്ടോ. സുഖകരമായ ഒരു നല്ല നാഷണൽ ഹൈവേ അല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവിനെ ചുമക്കുമ്പോൾ അപവാദങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, കഷ്ടങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാം ആകത്തുക the history of the church, the history of the Bible, the history of the missionaries, ഇത് മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ, ഈ സുവിശേഷ ചരിത്രം പഠിക്കുമ്പോൾ, ഇവരെല്ലാം ജയിച്ചു, ഇവരാരും തോറ്റുപോയില്ല, ഇവരെല്ലാം ജയിച്ചു. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ 1 പത്രോസ് 4:16 ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രയും വേണ്ടത്. 1 പത്രോസ് 4:12 പരിശോധനയ്ക്കായി നിങ്ങൾക്ക് സംഭവിച്ച ഈ അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് കരുതി അതിങ്ങനെ ആശ്ചര്യപ്പെടരുത്. ക്രിസ്തുവിന്റെ കഷ്ടത്തിന്റെ കൂട്ടാളിയാകുമ്പോൾ ആ അനുഗ്രഹങ്ങളുടെയും കൂട്ടാളിയായി മാറുക. ഇതൊരു ഷോർട്ട് ടൈം ലൈഫാണ് ഈ ലോകം. ഇതൊരു വിസിറ്റിംഗ് ആണ്. നമ്മൾ ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നമ്മുടെ സ്വന്തമല്ല, തലയ്ക്ക് മുകളിലെ ആകാശവും നമ്മുടെ സ്വന്തമല്ല, ശ്വസിക്കുന്ന ശ്വാസം നമ്മുടെ സ്വന്തമല്ല, നമ്മളെ ചുമക്കുന്ന ഈ ശരീരവും നമ്മുടെ സ്വന്തമല്ല. എല്ലാം വിട്ട് ഒരു പുതിയ ശരീരം വാങ്ങി ക്രിസ്തുവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് പോകും. ഒരു നല്ല മിഷണറി ആകാൻ നിങ്ങൾക്കൊരു മിഷൻ ഉണ്ടാകട്ടെ. ആ മിഷൻ നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു പാഷൻ ഉണ്ടാകട്ടെ. ഇതിനെല്ലാത്തിനും ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു വിഷൻ ഉണ്ടാകട്ടെ. God bless you. God bless you. God bless you.